ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് റംസാൻ ഡേ 1. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഡ്രസ്സെല്ലാം നനച്ചിട്ടു. ഇതെല്ലാം കൈകൊണ്ട് തന്നെ നനച്ചതാണ്. വൈറ്റ് ഡ്രസ്സ് ഉള്ളത് കൊണ്ട് വാഷ് മെഷീനിൽ ഇട്ടെങ്കിൽ ശരിയാവില്ല. പിന്നെ കറിക്ക് ഒലിച്ചും ചരിച്ചെല്ലാം തേങ്ങ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് തേങ്ങ ഒലിച്ച് തന്നു. ഞാൻ അതെല്ലാം കൊത്തിവെച്ചു. നോമ്പായതുകൊണ്ട് തേങ്ങൻ്റെ വെള്ളം കുടിക്കാൻ ആരുമില്ല. അങ്ങനെ അതെല്ലാം ചരിച്ച് വെച്ചു. ചരെല്ലാം കഴിഞ്ഞിട്ടായിട്ട് അത് ഇതേപോലത്തെ ഒരു കവറിൽ ഇട്ട് വെക്കണം. അതിന് കവറിൻ്റെ അടിയിൽ മുമ്പത്തെ ഒരു അരമുറിയോളം തേങ്ങ ബാക്കിയുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇത് ഇട്ട് വെച്ചു. പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് കറിക്ക് തേങ്ങ അരക്കാനിട്ടു. മീൻ കറിക്ക് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതെല്ലാം മരക്കാനിട്ട് അതിൻ്റെ ഇടയിൽ കരണ്ടും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരമണിക്കൂറോളം ഇത് കല്ലിൽ തന്നെ ബാക്കിയായി. പിന്നെ പത്തലിനുള്ള അരി പൊടിക്കാൻ ഇതെല്ലാം നോമ്പിൻ്റെ മുമ്പ് തന്നെ റെഡിയാക്കി വെക്കേണ്ട സംഭവമാണ്. പിന്നെ അങ്ങ് ടൈം ഇട്ടിരുന്നില്ല. ക്ലീൻ ചെയ്യണം. പിന്നെ മില്ലിലും തിരക്ക് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് അങ്ങനെ വെച്ചു. വെള്ളരിയും പച്ചരിയും ഇട്ട് മിക്സ് ചെയ്ത് ഏകദേശം 8 കിലോളം ഉണ്ടായി. പിന്നെ ഒരു 2 കിലോളം പുട്ടിനും. അതെല്ലാം റെഡിയാക്കുമ്പോൾക്ക് ഇവിടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ കല്ലിന്ന് അരപ്പെല്ലാം എടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. അതിലേക്ക് ഉള്ളി, തക്കാളി, മാങ്ങാപ്പുളി, ഉപ്പ് അത്രയും ഇട്ടു. ഇത് ഉള്ള അച്ചാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മാങ്ങ കൊണ്ടുവന്നത്. ഞാനത് മുറിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ടിട്ട് 2 ദിവസം വെയിലത്ത് വെച്ചു. പിന്നെ കസ്റ്റേർഡ് ഉണ്ടാക്കണം. അതിന് മിൽമൻ്റെ 1/2 ലിറ്റർ പാലെടുത്ത് അതിലേക്ക് കുറേ പഞ്ചസാര ഇട്ട് മിൽക്ക് മെയ്ഡ്. കസ്റ്റേർഡ് പുഡിങ്ങെല്ലാം ഉണ്ടാക്കുമ്പോൾ ഈ മിൽക്ക് മെയ്ഡ് ഇട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കുറച്ച് പാൽ മാറ്റി വെക്കാൻ മറന്നിരുന്നു. അങ്ങനെ കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓഫ് കസ്റ്റേർഡ് പൗഡറും മിക്സ് ചെയ്തു. ഇതെല്ലാം റെഡി ആകുമ്പോഴേക്ക് ഇവിടെ കറി തളിച്ചിട്ടുണ്ടായി. ഇതിലേക്കിടാൻ മീനൊന്നുമില്ല. മീനിനി വയ്യെ കൊണ്ടുവന്നിട്ടാണ്. അങ്ങനെ അതും കീച്ച് വെച്ചു. പിന്നെ ഈ കസ്റ്റേർഡിൻ്റെ പാല് തളിച്ച് വരുമ്പോഴേക്ക് കസ്റ്റേർഡ് പൗഡറും അതിലേക്കിട്ട് മിക്സ് ചെയ്തു. കസ്റ്റേർഡ് പൗഡർ കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ അത് കട്ട കെട്ടും. പിന്നെ നന്നായി മിക്സ് ചെയ്തിട്ട് വേണം. ഇത്രയെല്ലാം ആകുമ്പോൾ സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതൊരു പരന്ന പ്ലേറ്റിലേക്കാക്കിയിട്ട് അത് ഫാൻ്റെ അടിയിൽ തണയാൻ വെച്ചു. ഇത് ഈവനിങ് ആകുമ്പോഴേക്കും നല്ല തണുപ്പ് വേണ്ടേ. പിന്നെ അത് തണിഞ്ഞതിന് ശേഷം അത് പിന്നെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ച് ഫ്രീസറിൽ വെച്ചു. പിന്നെ ഹസ്ബൻഡ് വന്ന് പറഞ്ഞു നമുക്കൊന്ന് ടൗണിൽ പോയി വരാമെന്ന്. അങ്ങനെ ടൗണിൽ പോയി ഹെലോ മാർട്ടിൽ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. പിന്നെ കറിക്ക് മീൻ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ മീൻ മാർക്കറ്റിലും പോയി അവിടുന്ന് മീനെല്ലാം വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ചെമ്മീൻ കറി വെക്കാം. ചെമ്മീൻ കറി വെക്കാം. പിന്നെ ഈ പുതിനാട്ടിയും അയിലയും ഫ്രൈ ചെയ്യാമെന്ന്. അങ്ങനെ നേരത്തെ തിളപ്പിച്ച് വെച്ച അരപ്പിന്ന് കുറച്ച് അരപ്പെടുത്ത് അതിലത്ത് തിളക്കുമ്പോൾ അതിലേക്ക് മീനും കറിവേപ്പിലിട്ടു. നോമ്പിന് ഈ കറിയൊന്നും അധികം ചിലവാകുന്ന സംഭവമല്ല. നോമ്പുണ്ടെങ്കിൽ കുട്ടികളൊന്നും രാത്രി ഫുഡ് കഴിക്കില്ല. അത്താഴത്തിന് മാത്രം മതി അവർക്ക് കറി. പിന്നെ ഞങ്ങൾക്കും ഹസ്ബൻഡിനും മാത്രം മതി. അപ്പോൾ ആയതുകൊണ്ട് കറി അത്ര വേണ്ട. പിന്നെ അതിൻ്റെ ഇടയിൽ മീനും പൊരിച്ചു, താരാപ്പരിക്കും കറി വെച്ചു. പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ബോക്സിലിട്ട് റെഡിയാക്കി വെക്കണം. അപ്പോഴേക്കും താരാപ്പരിക്ക വെന്ത് വന്നു. അതിലേക്ക് തേങ്ങയും വെള്ളുള്ളിയിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഇതെല്ലാം ഒരു ബോക്സിലാക്കി വെച്ചു. പിന്നെ കസ്റ്റേർഡിലേക്കുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തു. പൈനാപ്പിൾ ആദ്യമേ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം, അല്ലെങ്കിൽ കസ്റ്റേർഡ് കഴിക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച ഈ ഒരു ബാറ്റർ എടുത്തിട്ട് അത് മിക്സിയിലൊന്നും ഇട്ടടിക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഡയറക്റ്റ് ഫ്രൂട്ട്സ് ഇട്ടാൽ മതി. പപ്പായ, ആപ്പിൾ, കായ്, പിന്നെ കാഷ്യൂനട്ട്, റൈസിൻസ് ഇത്ര ഇട്ട് മിക്സ് ചെയ്ത് പിന്നെ ഡേറ്റ്സ് ഇട്ടിട്ടുണ്ടായി. ഇത് നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾക്ക് ഫ്രൂട്ട്സിലത്തെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് അത് റെഡി ആയിക്കോളും. അപ്പോഴേക്കും ഇവിടെ പത്തലിനുള്ള അരിയെല്ലാം കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി. പിന്നെ നോമ്പിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് അടുപ്പിൻ്റെ അടിയിൽ ഞാൻ വിറകൊന്നും വെച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഒരു ചാക്കെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വിറകെല്ലാം വെച്ചിട്ട് അടുപ്പിൻ്റെ അടിയിൽ കൊണ്ടിട്ടു. പിന്നെ ഒരു ട്രിപ്പായിട്ടാകുമ്പോഴേക്കും അത് നിറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോഴേക്കും വലിയ 2 തണ്ട് വേറുണ്ടായി. അത് ഞാൻ കുറേ കൊത്താൻ നോക്കി. ഒന്നാമത് നോമ്പ് നോക്കിയത് കൊണ്ട് വലിയൊരു ശക്തി ഉണ്ടായിരുന്നില്ല കൊത്താനും. അങ്ങനെ അത് ഹസ്ബൻഡിന് വേണ്ടി മാറ്റി വെച്ചു. പിന്നെ 2 ട്രിപ്പ് കൊണ്ടുപോയി ഇട്ട്. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ സർവത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
കായും പഞ്ചസാരയും ഇട്ട് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ അത് നന്നായി കുഴഞ്ഞ് കിട്ടും. പിന്നെ കസ്കസ് കൊതിർത്തത് ജാസ്തിയായി, അതിൽ നേരെ പകുതി ഇട്ടു. അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ലെമണും പിഴിഞ്ഞിട്ട് അതിലേക്ക് ഈ ഒരു കലം നിറച്ചും വെള്ളം ഒഴിച്ചിട്ട് അത് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ബർഗർ ഉണ്ടാക്കാൻ 4 ബണ്ണെടുത്ത് അതിലേക്ക് ടൊമാറ്റോ സോസ്, മയണീസ്, പിന്നെ തക്കാളി, പച്ചമുളക്, ക്യാപ്സിക്കം, അതിലേക്ക് കുറച്ച് സിർക്കയും ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് പിഴിഞ്ഞ് വെക്കണം. അത്ര ഇടാം. അങ്ങനെ നമ്മൾ 4 ആൾക്ക് 4 കുഞ്ഞി പ്ലേറ്റ് എടുത്തിട്ട് അതിൽ ബർഗർ റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ 2 ആൾക്ക് ഈത്തപ്പഴം വേണം. എനിക്ക് ഈത്തപ്പഴമൊന്നും വേണ്ട. ഈത്തപ്പഴം തിന്നാൽ സർവത്തിന് മധുരം ഉണ്ടാവില്ല. അങ്ങനെ ഇതെല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചു. ജ്യൂസ്, സർവത്ത്, കസ്റ്റേർഡ്, പിന്നെ പൊണ്ട ഉണ്ടായിരുന്നു. ഇത് രാവിലെ ഒലിച്ച് വെച്ചത്. അത് ബർഗർ അത്രയായി. പിന്നെ നോമ്പെല്ലാം തുറന്നതിന് ശേഷം കൽത്തപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഇത് ലാസ്റ്റ് പാക്കറ്റ് പൊട്ടിച്ച എണ്ണ. ഇതിൽ എണ്ണ ചൂടാകുമ്പോൾ ഇതേപോലത്തെ ഒരു കറുത്ത സാധനം വരുന്നത്, അതെല്ലാം കോരി വെച്ച് പിന്നെ അതിലേക്ക് ഈ ബാറ്റർ വെച്ചിട്ട് ഇത് ഞങ്ങൾക്ക് രാത്രിയിലേക്കും അത്താഴത്തിലേക്കും മതിയാവും. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നോമ്പെല്ലാം തുറന്നതിന് ശേഷം സർവത്തെല്ലാം അങ്ങനെ ബാക്കി, സർവത്തും ബാക്കി, 2 പൊണ്ടവും ബാക്കി. ആർക്കും ദമ്മിട്ടിട്ടൊന്നും തിന്നാൻ പറ്റുന്നില്ല. പിന്നെ ഇത് കുറച്ച് കസ്റ്റേർഡും ബാക്കി, അതെല്ലാം തീർന്നോളും. അപ്പോഴേക്കും ഇവിടെ കൽത്തപ്പം ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതെല്ലാം മറിച്ചിടണം. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ വിശേഷം ഇത്രയേ ഉള്ളൂ. പിന്നൊരു വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബായ്.